ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ലേണിനു. അപ്പൊ നമ്മുടെ 2024 സ്കീം സ്റ്റുഡൻസിന്റെ S2 എക്സാമിന്റെ ഏറ്റവും പുതിയ ടൈം ടേബിൾ ആണ് ഞാനിപ്പോ ഇന്ന് ഷെയർ ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് മെയ് 7th മുതൽ മെയ് 26th വരെയാണ് ഏറ്റവും പുതിയ എക്സാം ടൈം ടേബിളിൽ വരുന്ന ഡേറ്റ്സ്. മെയ് 7th മുതൽ മെയ് 26 വരെ നമുക്കത് നോക്കാം. ഗ്രൂപ്പ് എ ബി സി ഡി തിരിച്ച് ഞാൻ കറക്റ്റ് ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. വേണ്ടവർക്ക് അത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. മെയ് 7th എല്ലാ ഗ്രൂപ്പുകാർക്കും മാത്സ് ആണ് വരുന്നത്. ദെൻ മെയ് 12th അത് കഴിഞ്ഞ് 8, 9, 10, 11 4 ദിവസം നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാനുണ്ട്. മെയ് 12th ഫിസിക്സ് അല്ലെങ്കിൽ കെമിസ്ട്രി വരും. അതിനുശേഷം 2 ദിവസത്തെ ഗ്യാപ്പിൽ മെയ് 15th ഫൗണ്ടേഷൻ ഓഫ് കമ്പ്യൂട്ടിംഗ് ഗ്രൂപ്പ് എക്കും ബിക്കും, അതുപോലെ ഗ്രൂപ്പ് എയിൽ കുറച്ച് ബ്രാഞ്ചുകാർക്ക് എഞ്ചിനീയറിംഗ് മെക്കാനിക്സ്, പിന്നെ ഗ്രൂപ്പ് സിക്ക് എഞ്ചിനീയറിംഗ് ഗ്രാഫിക്സ് ആൻഡ് CAD വരുന്നുണ്ട്. ഗ്രൂപ്പ് ഡിക്ക് ബേസിക് മെക്കാനിക്കൽ ആൻഡ് സിവിൽ വരുന്നുണ്ട്. ദെൻ മെയ് 19th പ്രോഗ്രാമിംഗ് ഇൻ സി ആണ് ഗ്രൂപ്പ് എ ആൻഡ് ബി. ഗ്രൂപ്പ് സിക്ക് ബേസിക് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് വരുന്നുണ്ട്. ഗ്രൂപ്പ് ഡിക്കും സെയിം സബ്ജക്ട് വരുന്നുണ്ട്. മെയ് 22nd പ്രോഗ്രാം കോർ ആണ് വരുന്നത്. ഓരോരോ ബ്രാഞ്ചുകാർക്കും അവരവരുടെ പ്രോഗ്രാം കോർ. ദെൻ മെയ് 26th എല്ലാ ഗ്രൂപ്പുകാർക്കും എഞ്ചിനീയറിംഗ് ഓണ്ടർപ്രണർഷിപ്പ് ആൻഡ് IPR. ഓക്കെ, അപ്പൊ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ കുറച്ച് ഗ്യാപ്പ് വിട്ടിട്ട് തന്നെയാണ് ഓരോ എക്സാമിനും. വെച്ചാൽ മിനിമം ഒരു 2 ദിവസത്തെ ഗ്യാപ്പ് എങ്കിലും എന്തായാലും പഠിക്കാനുണ്ട്. അപ്പൊ ഈ രീതിയിൽ മെയ് 7 മുതൽ മെയ് 26 വരെയാണ് നിങ്ങൾക്ക് ടൈം ടേബിൾ വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് തന്നെ പഠിക്കാനായിട്ട് തുടങ്ങുക. പ്രത്യേകം ശ്രദ്ധിക്കുക, S1 സപ്ലി ഉള്ളവർക്ക് മെയ് 26 കഴിഞ്ഞ ഉടനെ മെയ് 27th മുതൽ സപ്ലി എക്സാമും തുടങ്ങുകയാണ്. അപ്പൊ അതിന് പ്രിപ്പയർ ചെയ്യുന്നവർ ഇപ്പൊ തന്നെ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. S2 എക്സാമിന് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ S1 പഠിക്കുക. S1 ഡീറ്റെയിൽ ആയിട്ട് ഞാൻ സപ്ലി എക്സാമിന്റെ വേറെ വീഡിയോ ചെയ്യുന്നുണ്ട്, എങ്കിലും ഇതിന്റെ കൂടെ അത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നിങ്ങൾക്ക് പലയിടത്തും സെക്കൻഡ് സീരീസ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സീരീസ് എക്സാമിന് നിങ്ങൾ നല്ല രീതിയിൽ പെർഫോം ചെയ്യണം. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത് ഇപ്പൊ S1 എക്സാമിന്റെ റിസൾട്ട് വന്നപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടാവും ഇന്റേണൽ മാർക്കിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇന്റേണൽ മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാം. അതിനുശേഷം കൃത്യമായിട്ട് നിങ്ങൾ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ട് തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഓരോ സബ്ജക്റ്റും നിങ്ങളിപ്പോ S1 എക്സാം എഴുതിയോണ്ട് തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എങ്ങനെ ക്വസ്റ്റ്യൻ വരും, എങ്ങനെ അത് ആൻസർ ചെയ്യണം, എങ്ങനെ ആൻസർ ചെയ്താലാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക എന്നുള്ളതിന് ഒരു ഐഡിയ ഇപ്പൊ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും. ഫസ്റ്റ് S1 എക്സാം എഴുതുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഐഡിയ കിട്ടിയിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ തന്നെ നിങ്ങൾ എക്സാം എഴുതാനായിട്ട് ശ്രദ്ധിക്കുക. ഒപ്പം തന്നെ അതിന്റെ പ്രിപ്പറേഷൻ മുതൽക്ക് തന്നെ നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ സബ്ജക്ട് വളരെ ബുദ്ധിമുട്ടുണ്ട്, പഠിക്കാൻ നിങ്ങൾക്ക് ഒറ്റയ്ക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഒരു ട്യൂഷന് ജോയിൻ ചെയ്യാം. ഓക്കെ, അത് അവസാനം ഇപ്പൊ പലപ്പോഴും കുട്ടികളൊക്കെ ഈ എക്സാമിന്റെ ഒരാഴ്ച മുന്നൊക്കെ വന്നിട്ട് ട്യൂഷന് ജോയിൻ ചെയ്യാറുണ്ട്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നിങ്ങൾക്കും എഫേർട്ടാണ്, പഠിപ്പിക്കുന്നത് നമുക്കും എഫേർട്ടാണ്. അപ്പൊ നിങ്ങൾ നേരത്തെ തന്നെ നിങ്ങൾ ട്യൂഷന് ജോയിൻ ചെയ്ത് നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് എക്സാം ഓറിയന്റഡ് ആയിട്ട് പഠിച്ച് നിങ്ങൾക്ക് റിവിഷൻ ചെയ്യാനൊക്കെയുള്ള ടൈം കിട്ടും. അപ്പൊ നമ്മൾ 1-to-1 ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ട്യൂഷനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ റെക്കോർഡഡ് ക്ലാസ്സസും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ നിങ്ങളുടെ കൺവീനിയൻസിന് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് വേണ്ട ഒരു ക്ലാസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ഈ പറഞ്ഞ 4 ഗ്രൂപ്പുകാർക്കും നിങ്ങൾക്ക് കംപ്ലീറ്റ് ഗ്രൂപ്പ് ആയിട്ടും റെക്കോർഡഡ് ക്ലാസ്സസ് എടുക്കാം, ഇൻഡിവിജ്വൽ സബ്ജക്റ്റ് ആയിട്ടും റെക്കോർഡഡ് ക്ലാസ്സസ് എടുക്കാം. ഞാൻ അതിന്റെ ഡീറ്റെയിൽസും കൂടി കാണിക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ലേണിനോ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഗ്രൂപ്പ് എ ബി സി ഡി S2 കോഴ്സ് കാണാനായിട്ട് സാധിക്കും. ഇതിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ എല്ലാ സബ്ജക്റ്റിന്റെയും റെക്കോർഡഡ് ക്ലാസ്സസും നോട്ട്സും അതിന്റെ റിവിഷൻ ക്ലാസ്സസും ഒക്കെ ഇതിനകത്ത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ റെക്കോർഡഡ് സെഷൻസ് മതി എന്നുള്ളവർക്ക് ലേണിനോ ആപ്പിൽ നിന്നും അതാത് കോഴ്സുകൾ എടുക്കാം. ഇനി ഇൻഡിവിജ്വൽ ട്യൂഷൻ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് 1-to-1 സെഷൻ ആയിരിക്കും. ഒരു ഫാക്കൽറ്റി നിങ്ങൾക്ക് അസൈൻ ചെയ്ത് തരാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ഏത് മോഡ്യൂൾ ആണ് വേണ്ടത് ആ മോഡ്യൂൾ നമ്മൾ ക്ലാസ് എടുത്ത് തരുകയും ചെയ്യും. ഓക്കെ, അപ്പൊ എനിവേ ഈ മെയ് 7th തുടങ്ങുന്ന പരീക്ഷയ്ക്കുള്ള പ്രിപ്പറേഷൻ നിങ്ങൾ ഇപ്പൊ തന്നെ സ്റ്റാർട്ട് ചെയ്യുക. സീരീസ് എക്സാം ഒക്കെ കഴിഞ്ഞ ഉടനെ തന്നെ ആസ് ഏർലി ആസ് പോസിബിൾ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക. S1 സപ്ലി വന്നിട്ടുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾ S2 തന്നെ S1 എക്സാംസിനും കൂടെ പഠിച്ച് ഫസ്റ്റ് ചാൻസ് തന്നെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. S2 നിങ്ങൾക്ക് പൊതുവെ ഈ ഒരു ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ നമ്മൾ മറ്റ് സെമ്മിനേക്കാൾ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് S2 ഒക്കെ മാക്സിമം നിങ്ങൾ സപ്ലി വരാതെ നോക്കുക. കാരണം ഇനി അവിടുന്ന് S3 അവിടുന്ന് അങ്ങോട്ട് നിങ്ങൾക്ക് കോർ സബ്ജക്റ്റുകളാണ് വരുന്നത്, കൂടുതൽ പഠിക്കാനുണ്ടാവും. അപ്പൊ ഇത് ഇപ്പോഴത്തെ ഒക്കെ നിങ്ങൾ ഇങ്ങനെ സപ്ലി വന്നു കഴിഞ്ഞാൽ അത് അടുത്ത സെമ്മുകളൊക്കെ അത് ബാധിക്കും. അതേപോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാനും ശ്രദ്ധിക്കുക. കോർ പേപ്പറുകളെക്കാൾ കൂടുതൽ എളുപ്പമാണ് ഇപ്പോഴത്തെ S1 S2 സബ്ജക്ട്സിലെ മാർക്ക് സ്കോർ ചെയ്യുക. അപ്പൊ നിങ്ങൾ CGPA ഒക്കെ ഇംപ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ നല്ലൊരു ഗ്രേഡിലേക്കൊക്കെ കൊണ്ടുവരാൻ ഇപ്പോഴത്തെ സബ്ജക്ട്സിൽ നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ലേണിനോടൊപ്പം നിങ്ങൾക്ക് പഠിക്കണം, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മെന്റർഷിപ്പ് അല്ലെങ്കിൽ ഒരു സപ്പോർട്ട്, അക്കാഡമിക് സപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു.